നമസ്കാരം, റിയാസാണ്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ജസ്റ്റ് കഴിഞ്ഞ വീഡിയോ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ചു സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ സൈക്കോളജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കി നിൽക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, ഒരുപാട് ആളുകൾ എന്നോട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചോദിച്ചു, സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവില്ല, എന്താണ് ഈ സിസ്റ്റം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സിസ്റ്റം എന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കിവിടെ ആളുകൾക്ക് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ, അതായത് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അതേ മോഡലിൽ അതായത് ഈ കമ്മോഡിറ്റി മാർക്കറ്റും ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങളിൽ നമുക്ക് ചെയ്യാൻ വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമ്പനികളുടെ ഷെയർ നമുക്ക് വാങ്ങാനും വിൽക്കാനും ഉള്ളൊരു സ്ഥലം. ഓക്കെ, അതേ മോഡലിൽ കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്. ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മോഡിറ്റി ഐറ്റംസുകൾ വാങ്ങാനും വിൽക്കാനുള്ള സ്ഥലം. ഇന്ത്യയിൽ മെയിനായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് സ്റ്റോക്ക് ട്രേഡുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് എക്സ്ചേഞ്ചുകളാണ് NSE, BSE. അതായത് NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറഞ്ഞാൽ BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഇനി നമ്മൾ കമ്മോഡിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന രണ്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളാണ് MCX, NCDX. അതായത് MCX എന്ന് പറഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, പിന്നെ അതേ മോഡൽ NCDX എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ആ ഒരു ഇതാണ്. കാരണം അതിൻ്റെ ഫുൾ ഫോം എനിക്ക് ജസ്റ്റ് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് NSEയും BSE എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ എക്സ്ചേഞ്ചുകളും സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് സർവൈലൻസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്ചേഞ്ചുകളാണ്. ഓക്കെ, വർഷാവർഷം അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസുകൾ, അതായത് എന്ത് സ്കാമുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ലെസൺ ലേൺസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ് ബോഡിയുടെ അണ്ടർ സർവൈലൻസിൽ വർക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളാണ് ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളെല്ലാം. ഓക്കെ, ഇനി നമുക്ക് NSEയിലും BSEയിലും എന്തൊക്കെ നമുക്ക് ഇതാക്കാം, ഇലക്ട്രോണിക്കലി ആയിട്ട് നമുക്ക് ഈ ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് ചെയ്യാം. അതായത് നമുക്ക് വാങ്ങാം, അതേ മോഡൽ വിൽക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ NSEയിൽ വാങ്ങുന്ന ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ BSEയിൽ വിൽക്കാം, BSEയിൽ വാങ്ങുന്ന സാധനം നമുക്ക് NSEയിൽ വിൽക്കാം. ഇതൊക്കെ പരസ്പരം ഇൻ്റർ കണക്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ്. അതേ മോഡൽ തന്നെയാണ് MCX, NCDX. MCX എന്ന് പറഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യാം? ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രഷ്യസ് മെറ്റൽസ്, അതേ മോഡൽ മെറ്റൽസ്, എനർജി, അതേ മോഡൽ അഗ്രി. ഓക്കെ, പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർണ്ണം, വെള്ളി, ഇങ്ങനത്തെ രീതിയിലുള്ള മെറ്റൽസുകൾ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. അതേ മോഡൽ എനർജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, അതേ മോഡൽ ക്രൂഡ്, ഇത് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. അതേ മോഡൽ മെറ്റൽസ്, അതായത് ഇൻഡസ്ട്രിയൽ മെറ്റൽസ് ആണ്, അതായത് ലെഡ്, നിക്കൽ, കോപ്പർ, സിങ്ക്, അലുമിനിയം, ഇങ്ങനത്തെ മെറ്റൽസും നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. അതേ മോഡൽ അഗ്രോ കമ്മോഡിറ്റിയിൽ വരുന്ന സമയത്ത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ചുക്ക്, ഏലം, കുരുമുളക്, ഇഞ്ചി, ഓക്കെ, ചണ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇതാക്കാം. ഇതിന് വേണ്ടിയാണ് MCXും NCDXും നമുക്കുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളും കൂടെ മനസ്സിലാക്കണം. കാരണം ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്, എന്നിട്ടും പല ആളുകളും അവരുടെ ക്യാഷ് ഇതേ മോഡലിൽ പല നമ്മുടെ ലോക്കലി ആയിട്ട് ആളുകൾ പോൺസി സ്കീമുകളും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിലെല്ലാം കൊണ്ടുപോയിക്കാണ്ട് ക്യാഷ് കൊണ്ടുപോയിക്കാണ്ട് കളയുന്നുണ്ട്. അങ്ങനത്തെ ഒരു നമ്മൾ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാർക്കെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ്, എന്താണ്, ഏതൊക്കെ റെഗുലേറ്ററി ബോർഡുകളാണ് ഈ എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ,
അതുവരെ താങ്ക് യു. ബൈ. റിയാസ് നശ്ശിയ.